തിരൂരങ്ങാടി പള്ളിപ്പടിയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് എംഎൽഎ നൽകിയ വാക്കു പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പള്ളിപ്പടി ജനകീയ സമിതി വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരുണ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് ഹോസ്പിറ്റൽ മൂലം ദുരിതത്തിലായ പ്രദേശത്തെ ദുരിതബാധിതർക്കൊപ്പം ചേർന്ന് നിൽക്കുമെന്നുള്ള വാഗ്ദാനങ്ങളിൽ നിന്നും തിരൂരങ്ങാടി മണ്ഡലം എംഎൽഎ KPA മജീദിന്റെ പിന്മാറ്റം ജനാധിപത്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയും ദുരിതബാധിതർക്ക് നേരെ നടത്തിയ അവഹേളനവുമാണെന്ന് പള്ളിപ്പടി ജനകീയ സമിതി ആരോപിച്ചു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഏപ്രിൽ മാസം 14-ാം തീയതി പള്ളിപ്പടിയിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തുന്ന MLAയെയും ജനപ്രതിനിധികളെയും ജനകീയ സമിതി പ്രവർത്തകർ തടയുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് മണ്ഡല MLA KPA മജീദ് ജനകീയ സമിതിയുമായി പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ ദുരിതബാധിതർക്ക് നിത്യേന ഉപയോഗത്തിനുള്ള വെള്ളം ടാങ്കറുകൾ എത്തിക്കണമെന്നും പരിമിതമായ സ്ഥലത്ത് നിയമവിരുദ്ധമായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ഗണ്യമായി കുറവ് ചെയ്യണമെന്നും അനധികൃത നിർമ്മിതികൾ പൊളിച്ചു മാറ്റാൻ നഗരസഭ ക്രമം ലംഘിച്ചും ചട്ടവിരുദ്ധമായി നൽകിയ ഉത്തരവുകളും നോട്ടീസുകളും പുനഃപരിശോധിക്കുവാനും തുടർ നടപടികൾ വേഗത്തിലാക്കാനും ജനകീയ സമിതി ആവശ്യപ്പെട്ടിരുന്നു. ഇത് MLA അംഗീകരിക്കുകയും ചെയ്തതോടെ ജനകീയ സമിതി നടത്താനിരുന്ന പ്രതിഷേധ സമരം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും ഇതിൽ ഒന്നുപോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത MLAയുടെ നിലപാടിൽ ജനകീയ സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ദുരിതബാധിതരും പള്ളിപ്പടിയിലെ ജനകീയ സമിതി പ്രവർത്തകരും വീണ്ടും സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. വിശ്വാസവഞ്ചന നടത്തിയ MLAയെ എല്ലാവിധ പൊതുപരിപാടികളിൽ നിന്നും തടയുമെന്നും നഗരസഭ ഭരണകർത്താക്കളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു. പള്ളിപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരുണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് 1 വർഷത്തോളമായി പള്ളിപ്പടി ജനകീയ സമിതി സമര നിയമപോരാട്ടത്തിൽ. ഈ സാഹചര്യത്തിൽ നിരവധിയായ നിലവിൽ നൽകാത്തതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും പരാതികൾ നൽകാത്തതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും നിലവിലുണ്ട്. എന്നാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പണവും സാമ്പത്തികവും മറ്റു സ്വാധീനത്തിനും വഴങ്ങി ഒട്ടനവധി നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയും ഇതിൻ്റെ നിയമലംഘനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പരിശോധിച്ച് അത് ബോധ്യം വരികയും അതിൻ്റെ മുഴുവനായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ കരുണയുടെ നിയമലംഘനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ ഫയലിൽ കിടക്കുന്നത്. ഇനി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകളും ഞങ്ങൾ ശേഖരിക്കാനില്ല. ഇതെല്ലാം രേഖാപരമായിട്ട് തെളിഞ്ഞിരിക്കെ, അവരുടെ നിയമലംഘനങ്ങൾ വ്യക്തമായിട്ടുള്ള നിയമലംഘനങ്ങൾ തെളിഞ്ഞിരിക്കെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പും നഗരസഭയും എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പള്ളിപ്പടി ജനകീയ സമിതി ഈ സമരമുഖത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 14-ാം തീയതി പള്ളിപ്പടിയിൽ വെച്ച് ഒരു റോഡ് ഉദ്ഘാടന വേദിയിൽ MLA ഉദ്ഘാടനത്തിന് എത്താനിരുന്ന MLAയും ജനപ്രതിനിധിയെയും തടയുമെന്ന് പള്ളിപ്പടി ജനകീയ സമിതി പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് സമരമുഖത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അന്നേ ദിവസം തിരൂരങ്ങാടി മണ്ഡലം MLA KPA മജീദ് ജനകീയ സമിതി ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്നു. അന്നേ ദിവസം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിരവധിയായ കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ MLA അന്ന് അംഗീകരിക്കുകയും അക്കാര്യത്തിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്നും ഞങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, ഈ കരുണ ആശുപത്രിയുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പരന്നൊഴുകി തൊട്ടടുത്ത കിണറുകളാകെ മലിനമായ സാഹചര്യത്തിൽ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത, കുട്ടികളെ രോഗികളാക്കുന്ന, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് അവിടുത്തെ വെള്ളം മലിനമായ സാഹചര്യത്തിൽ അവർക്ക് അടിയന്തരമായി നിത്യോപയോഗത്തിന് ശുദ്ധജലം എത്തിക്കണം എന്നുള്ളതായിരുന്നു ജനകീയ സമിതിയുടെ ആവശ്യം.
ഈ ആവശ്യം MLA വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ജനകീയ സമിതിക്ക് നൽകിയത്. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, പരിമിതമായ സ്ഥലത്താണ് ഈ വലിയൊരു ആശുപത്രി പ്രവർത്തിക്കുന്നത്. അത് നിരവധി ചട്ടലംഘനങ്ങളോടെയും നിയമലംഘനങ്ങളോടെയും പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയുടെ ഡയാലിസിസ് സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഗണ്യമായിട്ടുള്ള വർധനവ് ഈ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്നും അതുകൊണ്ട് ഇതിൻ്റെ ഡയാലിസിസിൻ്റെ പ്രവർത്തനം കുറച്ചു കൊണ്ടുവന്ന് അവിടുത്തെ മലിനീകരണ പ്രശ്നങ്ങൾ ഗണ്യമായി കുറക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അക്കാര്യത്തിലും MLAയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല, മൂന്നാമതായിട്ട് നഗരസഭ ഈ അനധികൃത കെട്ടിടം പൊളിച്ചു മാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ നഗരസഭ നൽകിയ നോട്ടീസ് ക്രമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഇത് കരുണ മാനേജ്മെന്റിനെ സഹായിക്കാനാണ് അത്തരത്തിൽ ചട്ടവിരുദ്ധമായി നോട്ടീസ് നൽകിയത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇക്കാര്യം MLAയുമായി പങ്കുവെക്കുകയും നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അക്കാര്യത്തിൽ MLA 3 അംഗ സമിതിയെ നിയോഗിക്കുകയാണ് ചെയ്തത്. 3 അംഗ സമിതിയെ നിയോഗിച്ച് ഇതിൽ വന്നുള്ള വീഴ്ചകൾ പരിശോധിക്കാനും ഈ നിയമം ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിക്കെതിരെ നിയമ നടപടികൾ വേഗത്തിലാക്കാനും വേണ്ടിയാണ് 3 അംഗ സമിതിയെ നിയോഗിച്ചത്. എന്നാൽ ഈ 3 നിർദ്ദേശങ്ങളും MLA അംഗീകരിക്കുക മാത്രമല്ല, വളരെ ആർജവത്തോടെയും ആവേശത്തോടെയും ജനകീയ സമിതിക്കൊപ്പം ആ ദുരിതബാധിതർക്കൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് നൽകിയതിനു ശേഷം ഒരു മാസം ഇന്നേക്ക് ഒരു മാസം പിന്നിടുകയും 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എത്തിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങൾ നൽകിയ ഉറപ്പ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാലതാമസങ്ങളും ചർച്ചയിലെ ഒരു പോരായ്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു MLAക്ക് നിരവധിയായ തിരക്കുകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു മാസം വരെ ഞങ്ങൾ ഇതിനെ കാത്തിരുന്നത്. എന്നാൽ ഇന്ന് വരെ MLAയുടെ സാന്നിധ്യത്തിൽ MLAയുടെ നേതൃത്വത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കുടിവെള്ളം എത്തിക്കാൻ പോലും MLAക്ക് സാധിച്ചില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളിലും MLA യാതൊരു നടപടിയും ചെയ്തിട്ടില്ല. ശുദ്ധജലം എന്നത് അവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും അവകാശമാണ്, അവരുടെ ജീവൽ പ്രശ്നമാണ്. ആ വെള്ളം ആരെങ്കിലും മലിനമാക്കാനോ അല്ലെങ്കിൽ അത് കേടുവരുത്താനോ നമ്മൾ അനുവദിക്കുക. അങ്ങനെ ആർക്കെങ്കിലും വെള്ളം കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വെള്ളം എത്തിക്കുന്നതിന് മുൻകൈയെടുക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ആ നിയമത്തിനെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് നൽകിയത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം നൽകാതിരുന്നിട്ട് ഒരു മാസത്തോളം ഞങ്ങൾ ഇതിന് കാത്തിരുന്നു. അപ്പൊ ഇത്തരത്തിൽ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്ക് MLA തരംതാണോ എന്നുള്ളതാണ് പൊതുജനമധ്യത്തിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഉറപ്പ് പാലിക്കാൻ കഴിയാത്ത MLA ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തിക്കൊണ്ട് രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് ഒരു ചോദ്യം, ദുരിതബാധിതരുടെ ചോദ്യം, എത്ര വട്ടം മരിച്ചാലാണ് ഞങ്ങൾക്ക് ജീവിക്കാനാകുക എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഈ അധികാരികൾ മറുപടി പറയുന്നത്. അത്തരം ഒരു ദുരിതഗതിയിലേക്ക് മാസങ്ങളായി ഒട്ടേറെ നിയമലംഘനങ്ങളോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഫയറിന്റെ NOC ഇല്ലാതെ, ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അതുപോലെ തന്നെ ലൈസൻസിൽ വ്യതിചലിച്ചുള്ള പ്രവർത്തനങ്ങളോടെ അവിടെ നടക്കുന്ന മറ്റ് ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ, ഒട്ടനവധിയായ വിഷയങ്ങളിലൂടെ ഒരു സ്ഥാപനം കടന്നുപോയിട്ടും നിരവധിയായ പരാതികളും അതിന്റെ റിപ്പോർട്ടുകളും പരിശോധനാ റിപ്പോർട്ടുകളും നിലവിലുണ്ടായിട്ടും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ DMOയുടെ ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടാകും. എന്നാൽ മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് പ്രഭുദാസ് അടക്കമുള്ളവർ കളവായിട്ടുള്ള റിപ്പോർട്ടാണ് DMOക്ക് സമർപ്പിച്ചത്. ഇവിടുന്ന് നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അറിയാം, ഗണ്യമായിട്ടുള്ള വൻതോതിലുള്ള കെമിക്കൽ സാന്നിധ്യമാണ് ഇതിലൊക്കെയും ഈ റിപ്പോർട്ടുകളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയും. ഇത് ഞങ്ങളാരും വ്യക്തിപരമായിട്ട് പരിശോധിച്ചതല്ല. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച പരിശോധനാ റിപ്പോർട്ട് RTI പ്രകാരം നമ്മൾ എടുക്കുക. ഈ മാർക്ക് ചെയ്തതൊക്കെയും ഗണ്യമായി വർദ്ധിച്ച അളവുകളുടെ സാന്നിധ്യം.
ഈ സാന്നിധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും കളവായിട്ടാണ് അന്നത്തെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പ്രഭുദാസ് DMO റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഇതിൽ പറയുന്ന കാര്യം? ഈ വെള്ളങ്ങളൊക്കെ പരിശോധിച്ചതിൽ കോളിഫോം ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കാണുന്നതായിട്ട് മാത്രമാണ്. അതായത് കോളിഫോമും ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കക്കൂസ് മാലിന്യങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാന്നിധ്യം. അപ്പൊ അതിനെ ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടി ഈ കെമിക്കലിന്റെ കണ്ടാമിനേഷൻ ഇല്ലെന്നുള്ള തരത്തിലേക്ക് കളവായിട്ട് റിപ്പോർട്ട് കൊടുത്ത് ഈ ആശുപത്രി മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. എന്നിട്ട് ഈ രേഖകളെല്ലാം വെച്ച് നമ്മൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പറഞ്ഞു ഇക്കാര്യത്തിൽ വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നടപടി സ്വീകരിക്കണം, വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ DMOയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം. ഇക്കാര്യത്തിൽ വളരെയധികം ദുരിതം പേറി ജീവിക്കുന്ന ഒരു ജനത ജീവൻ പ്രശ്നമായി അവരുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇക്കാര്യത്തിൽ ഈ നാടിന്റെയും നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവിധ പിന്തുണയും ജനകീയ സമിതിക്ക് ഉണ്ടാകണമെന്നും അവിടുത്തെ ദുരിതബാധിതർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുന്നതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായും സമരമുഖങ്ങളിലും ജനകീയ സമിതി എന്നും നിറഞ്ഞു നിൽക്കുമെന്നുമാണ് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പള്ളിപ്പടി ജനകീയ സമിതി ചെയർമാൻ MP സ്വാലിഹ് തങ്ങൾ, കൺവീനർ നൌഫൽ ഫാറൂഖ്, ജോയിന്റ് കൺവീനർ ഡോക്ടർ മുഹമ്മദ് റഫീഖ, അഷ്റഫ് TM എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.